അപ്പൊ എല്ലാവർക്കും തിയേറ്റർ ഫെസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ തിരുവോണത്തിന് റിലീസാകാൻ പോകുന്ന അന്യഭാഷ ചിത്രങ്ങളെ പറ്റിയിട്ടാണ്. ഈ വർഷം റിലീസാവുന്നത് നമ്മുടെ മദ്രാസി, നമ്മൾ ഇടക്കിടക്ക് പറയാവുന്ന സിനിമയാണ്. നമ്മളെല്ലാവരെയും വിഷ് ലിസ്റ്റിലുള്ള പടം തന്നെയാണത്. പിന്നെ കഞ്ചുറിങ്, അതുപോലെ തന്നെ മിറായ്, ബാഗി 4. അപ്പൊ മദ്രാസി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ, ശിവകാർത്തികേയൻ നായകനായിട്ട് വരുന്ന മുരുകദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. മദ്രാസി ഒരു കംപ്ലീറ്റ് ആക്ഷൻ ഫിലിമിലേക്ക് വീണ്ടും എസ്കെ വരുന്ന സിനിമ എന്ന് പറയാം. അത് കുറെ വലിയ ആക്ടേഴ്സിന്റെ ഡൗൺഫോൾ നമ്മൾ ഈ വർഷം കണ്ടു. അപ്പോ AR മുരുകദാസിന്റെ ഒരു സിനിമ വരിക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ മനസ്സിന്റെ ആൾക്കാർക്ക് മനസ്സിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുമ്പ് വന്ന സിക്കന്ദർ ആവട്ടെ, ദർബാർ ആവട്ടെ, ഒന്നും അങ്ങോട്ട് ഇതായിരുന്നില്ല. ഇപ്പൊ അദ്ദേഹം ഇന്റർവ്യൂവിൽ വന്നിട്ട് അത് എടുത്ത സമയത്ത് കുറെ സ്ട്രഗിളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം അങ്ങനെ നമുക്ക് അതിന്റെ പുറത്ത് വെച്ചിട്ട് ഇതാക്കാൻ പറ്റില്ല. അദ്ദേഹം വലിയൊരു ഫിലിം മേക്കറും ക്രാഫ്റ്റ്മാനും എഴുത്തുകാരനും ഒക്കെ തന്നെ. കാരണം അദ്ദേഹത്തിന് മുൻ വർക്കുകൾ അങ്ങനത്തെ. അപ്പൊ ഈ സിനിമ വിജയിക്കുക എന്ന് പറഞ്ഞത് എസ്കെയുടെ ഫിലിം വിജയിക്കുക എന്നുള്ളതിന് അപ്പുറത്തായിട്ട് AR മുരുകദാസിന്റെ ഒരു കംബാക്ക് ആണ് നമുക്ക് വേണ്ടത്, ആഗ്രഹിക്കുന്നത്. പക്ഷെ ട്രെയിലർ കണ്ടു നോക്കുമ്പോൾ അത് ഉറപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് തോന്നിയത്. നല്ല നല്ല അടിപൊളി ട്രെയിലർ ആയിരുന്നു. ടെക്നിക്കൽ ക്വാളിറ്റി ഉണ്ട്, ഇനി എഴുതി വെച്ച സ്ക്രിപ്റ്റും കൂടി നന്നായാൽ മതി. അതെ, അത് ട്രെയിലർ മോശവും സിനിമ നന്നാവുകയും ചെയ്യുന്ന ഇതും, ട്രെയിലർ ഭയങ്കരമാവുകയും ചെയ്തിട്ട് സിനിമ മോശമാണെന്ന് പറയുന്ന കുറെ സംഗതികളുണ്ട്. അപ്പൊ അതിലേക്ക് പോവാതിരുന്നു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു തിരുവോണത്തിന് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടൊരു സംഗതി ആയിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ബിജുമേനോ ഉണ്ട്, പിന്നെ നമ്മുടെ അയ്യപ്പനും കോശിയുടെ ക്യാമറമാൻ സുദീപ് ഉണ്ട്. അപ്പോ നമുക്കും നമ്മൾ ടെക്നിക്കലി അത്രയും ഭീകരമാണ്. കാരണം മ്യൂസിക്കിൽ അറിഞ്ഞത് DOP ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നല്ല ട്രെയിലർ കണ്ടിട്ട് ബ്ലാസ്റ്റിംഗ് സീൻസ് പിന്നെ അതുപോലത്തെ സിനിമയിൽ ഇപ്പൊ വന്ന സോങ്സ് നന്നായിട്ടുണ്ടായിരുന്നു. ഭീകരമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട കാര്യം, സിനിമ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മാജിക് ഫ്രെയിംസ് ആണ്. നല്ല സ്ക്രീനുകൾ കിട്ടുന്ന കാര്യം ഉറപ്പാണ്. പിന്നെ ഈ തിരുവോണം റിലീസ് ആവുന്ന അന്യഭാഷ ചിത്രങ്ങളിൽ ഏറ്റവും സ്ക്രീൻ കിട്ടാൻ പോകുന്ന മദ്രാസിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ചിത്രം. അതെ. കഞ്ചറിങ് സീരീസിലത്തെ 4ാമത്തെ പടം. ആദ്യത്തെ 2 സിനിമ നമുക്കറിയാം, ജെയിംസ് വാനാണ് ഡയറക്ഷൻ. 3ാമത്തെ സിനിമ വന്നപ്പോ ആ സിനിമ വലിയൊരു വിജയമായില്ല. ദ ഡെവിൾസ് മേഡ് മീ ഡു ഇറ്റ് എന്ന് പറഞ്ഞ സിനിമ, അത് മൈക്കിൾ ചാവ്സ് ആയിരുന്നു അതിന്റെ ഡയറക്ടർ. ഈ വരുന്ന കഞ്ചറിങ് സിനിമയുടെ ഡയറക്ടറും അദ്ദേഹം തന്നെയാണ്. പക്ഷെ ഇതിൽ എനിക്കൊരു പ്രതീക്ഷ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കോറൈറ്ററായിട്ട് ജെയിംസ് വാൻ ഉണ്ട്. അതാണ് അതിന്റെ മെയിൻ ഇതായിട്ട് വിചാരിക്കുന്നത്. മോശം മേക്കറൊന്നല്ല, അദ്ദേഹം ഓൾറെഡി യൂണിവേഴ്സൽ സിനിമ ചെയ്തിട്ടുണ്ടല്ലോ. അതേമാതിരി ആ സിനിമ മോശം മേക്കർ അല്ല, പക്ഷെ ഈ കഞ്ചറിങ്ങിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സംഗതി. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് രസിച്ച് കണ്ട 2 ഹൊറർ ഫിലിംസ് ആണ് അത്. അപ്പൊ അതിലിപ്പോ വരുമ്പോ വേറെ ഫെർമിക്ക് പാട്രിക് വിൽസൺ അവര് റോൾസ് റീപ്രൈസ് ചെയ്യുന്നുണ്ട്, അതായത് എഡ് ആൻഡ് ലോറൻ. പിന്നെ ഈ സിനിമ മിക്കവാറും കഞ്ചറിങ് സീരീസിലത്തെ അവസാനത്തെ സിനിമ ആയിരിക്കും. പിന്നെ പോരാത്തിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ് ആൻഡ് ലോറൻ വാറന്റെ ഒറിജിനൽ കഥകളിൽ അതില് എഡ് വാറൻ മരിക്കുന്ന സമയത്താണ് അവര് കേസുകൾ എടുക്കുന്നത് ഒരു വിധത്തിൽ അവസാനിപ്പിക്കുന്നത്. ഇത് അവർ അവസാനം കംപ്ലീറ്റ് ചെയ്ത വർക്കായിരുന്നു കൂടി കേൾക്കുന്നത്. അവരേറ്റവും ബുദ്ധിമുട്ടിയ ഒരു വർക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് കാണുമ്പോ ട്രെയിലർ ഭയങ്കര പ്രോമിസിംഗ് ആയിരുന്നു. ഒരു കമേഴ്ഷ്യൽ ഇതുണ്ട്. മ്യൂസിക് വൈസ് കാണുമ്പോ അനബലയുടെ മ്യൂസിക് വരില്ലേ, നമ്മളിപ്പോ ഈ DSCയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ വർഷം ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു ഹൊറർ ഫിലിം തന്നെയാണ് സത്യത്തിൽ അത്. ബാഗി 4 ഈ ബാഗി സീരീസിൽ വരുന്ന 4ാമത്തെ സിനിമ ഒരു കംപ്ലീറ്റ് ആക്ഷൻ എന്റർടൈനർ എന്നുള്ള ലെവലിലാണ്. ഇപ്പൊ നമുക്ക് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. കുറച്ച് ഫോഴ്സ്ഡ് ആക്ഷൻ സീൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒരു കംപ്ലീറ്റ് ആക്ഷൻ ഫിലിം തന്നെ. സഞ്ജയ് ദത്ത് ഉണ്ട് കാസ്റ്റില്, ടൈഗർ ഷ്രോഫ് അല്ലാതെ. പിന്നെ സോനം ബജ്വയൊക്കെ കണ്ടു. അപ്പോ ആ സിനിമ ബാഗി സീരീസിൽ വരുന്ന 4ാമത്തെ സിനിമ എന്നുള്ള ലെവലിൽ ആക്ഷൻ സീൻസിന് കൂടുതൽ ഏറ്റവും ബാഗി സീരീസുകളിൽ വന്നതിൽ ഏറ്റവും ആക്ഷൻ സീൻസിന് പ്രാധാന്യമുള്ള സിനിമ എന്ന് വിചാരിക്കും. ആക്ഷൻ കോറിയോഗ്രാഫേഴ്സിനെ പറ്റി തന്നെ പറയാം. അലൻ അമീൻ, അതേമാതിരി സ്റ്റീഫൻ ഹോ എന്ന് പറഞ്ഞ മോട്ടോർ കോമ്പാറ്റിലൊക്കെ വർക്ക് ചെയ്തതാണ് പുതിയ വന്നത്. പിന്നെ അടുത്ത് ഗ്രേഗ് മക്കാര എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളെ പത്താൻ, അതേമാതിരി ജവാനിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സംശയമുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ മാഡ് മാക്സിൽ സ്റ്റണ്ട് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ആക്ഷൻ സീൻസിൽ നന്നായി ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗി 4 സീരീസിലത്തെ ഫസ്റ്റത്തെ 3 സിനിമകളും 3
തെലുങ്ക് തമിഴ് സിനിമകളിൽ മെയിൻ തീം എടുത്ത സിനിമയാണ്. ബാഗി ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം പ്രഭാസിന്റെ അതിൽ നിന്ന് എടുത്തതും, രണ്ടാമത്തെ സിനിമ ക്ഷണം, ബാഗി 2 ക്ഷണം എന്ന് പറഞ്ഞ സിനിമ, അതായത് ആദിശേഷിന്റെ സിനിമ. മൂന്നാമത്തെ ബാഗി 3 അത് എടുത്തിരിക്കുന്നത് വേട്ട എന്ന് പറഞ്ഞ നമ്മളെ തമിഴ് സിനിമ. ഒറിജിനൽ ഫിലിംസിനെ പറ്റി ആലോചിക്കുമ്പോൾ ഈ സിനിമ അത്രയ്ക്ക് ഇതായിട്ട് വന്നതായിട്ട് തോന്നുന്നില്ല. അപ്പൊ ബാഗി 4 തന്നെ അതിൽ നിന്ന് എന്താ വ്യത്യസ്തത വരുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഓണത്തിന് റിലീസ് ആവുന്ന ഹിന്ദി ഫിലിം ഇതല്ലേ? അതെ, പിന്നെ പോരാത്തതിന് കംപ്ലീറ്റ് ആയിട്ട് ആക്ഷൻ ത്രില്ലർ തന്നെയാണ് കേട്ടോ. മിറായ് ഈ പറഞ്ഞ അന്യഭാഷാ സിനിമകളിൽ, തിരുവോണത്തിന് റിലീസ് ആവുന്ന അന്യഭാഷാ സിനിമകളിൽ ഒരു ഫാന്റസി സ്വഭാവമുള്ള ഒരു സിനിമയാണ് മിറായ്. നമുക്ക് ലോകമുണ്ട് അല്ല, നമുക്ക് തെലുങ്ക് ഫിലിം. പിന്നെ ഈ ഫാന്റസി ഫിലിം എന്ന് പറയുമ്പോൾ സിനിമയുടെ ഡയറക്ടറെ പറ്റി പറയണം, കാർത്തിക് അട്ടമ്മയാണ്. കാർത്തികേയ 1, കാർത്തികേയ 2 ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം അദ്ദേഹത്തിന്റെ ഇത് എന്ന് വെച്ചാൽ. പിന്നെ തേജ് സജ്ജ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ. സിനിമയിൽ വില്ലനായിട്ട് അത് ഭയങ്കരമായിട്ട് തോന്നണത് എനിക്ക്. എന്ന് വെച്ചാൽ വിഷ്ണു മഞ്ജുന്റെ പിന്നെ മുമ്പ് തെലുങ്ക് അല്ലു അർജുന്റെ ആ വേദം എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹമാണ് സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതായത് തമിഴില് ഭരത് ചെയ്ത റോള് അവിടെ അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സിനിമയില് കാർത്തിക് അട്ടമ്മേനി അടുത്ത പുള്ളി ഇപ്പൊ കുറെ കാലമായിട്ട് ഒരു സ്ക്രിപ്റ്റ് സൂര്യക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ വാടിവാസലിനൊക്കെ ശേഷം വരുന്ന സിനിമ അതായിരിക്കും. ഇനിയിപ്പോ ഈ മിറായില് പറയാനുള്ള പ്രത്യേകിച്ച് ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ കഴിഞ്ഞ സിനിമയിൽ ശ്രീകൃഷ്ണൻ ഇത് വെച്ചിട്ടായിരുന്നു, ഈ സിനിമയിൽ ശ്രീരാമന്റെ ഒരു അതെ. പിന്നെ പക്ഷെ അത് നല്ലപോലെ യൂസ് ചെയ്യും അത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ജഗപതി ബാബു സിനിമയിൽ, പിന്നെ നമ്മള് ജയറാം സിനിമയിലുണ്ട്. അപ്പൊ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തത് ഒരു ഫാന്റസി ഫിലിം അല്ല. കുറച്ചും കൂടി ഗ്രാൻഡ് ആണ് അത്. പ്രൊഡക്ഷൻ ക്വാളിറ്റി അത് മാതിരി വന്ന നന്നായിരിക്കും അത്. ഇതിപ്പോ ലാസ്റ്റ് നമ്മുടെ വാർ അങ്ങനെ ആയിരുന്നല്ലോ. ടീസറിന്റെ സമയത്ത് VFX മോശമാകും, പക്ഷെ പടത്തിന് ടൈം ആയപ്പോഴേക്കും അവരത് വർക്ക് ചെയ്ത് നന്നാക്കി എടുത്തു. എന്നിട്ടും എത്രയോ വിമർശനങ്ങൾ വാർച്ചു വന്നതിന് ശേഷം കേട്ടു. അപ്പൊ ജൂനിയർ NTRന്റെ കാര്യമൊക്കെ പറഞ്ഞു. മിറായിയുടെ പറയുന്ന സിനിമാറ്റോഗ്രാഫറുടെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു. ഡയറക്ടർ തന്നെയാണ് സിനിമാറ്റോഗ്രാഫർ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്ത സ്റ്റൺസ് അത് ഞാൻ കണ്ടു. അത് ക്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റഷ്യൻ പേരാണ്, മുമ്പിൽ കുറച്ചും കൂടി റഷ്യൻ ആണെന്ന് തോന്നുന്നതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ മുന്നത്തെ വർക്കുകള് റെട്രോയില് ആള് സ്റ്റൺമാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി പുഷ്പ 2 അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ സ്റ്റൺസിന് പ്രാധാന്യം ഉണ്ട് സിനിമയുടെ ടീച്ചർ. അത്രയും എന്താ പറയാ, പടത്തിനെ പറ്റി അഭിപ്രായം ഉണ്ടെങ്കിലും മറ്റേ ആക്ഷൻ സീക്വൻസ് എല്ലാവർക്കും ഒരു അഭിപ്രായം തന്നെ ഉള്ളൂ. അപ്പൊ അതുപോലെ ഇതിന് നന്നാവട്ടെ. പിന്നെ അതുപോലെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന നായകനും വില്ലനും അതന്നെ ആയിരിക്കും ഒരു പക്ഷേ സിനിമയിൽ നന്നായി കാണാനുണ്ട്. അതെ.